Hi, all friends. Welcome to NTM Political Talk. നമ്മൾ കുറെ കേട്ടതും കുറെ സമരമുറകൾ കണ്ടതുമായ ഒരു ആഗോള കരാറാണല്ലോ ആസിയാൻ കരാർ. ഈ ആസിയാൻ കരാർ ഇപ്പോൾ റദ്ദു ചെയ്യും എന്ന ഒരു വാർത്തയാണ് കേന്ദ്ര സർക്കാർ ഭാഗത്ത് നിന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആസിയാൻ കരാറിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ കേരളത്തിനെ അതിനെ ബാധിക്കുന്ന ഒരുപാട് വിളകളുണ്ടല്ലോ. റബ്ബർ, തേങ്ങ, കുരുമുളക്, ഏലം, ഗ്രാമ്പു, അടക്ക, പാമോയിൽ എന്നുവേണ്ട എല്ലാതും കേരളത്തിനെ ബാധിക്കുന്ന ഒരു കരാറാണ് ഈ ആസിയാൻ കരാർ. ആസിയാൻ കരാറിനെതിരായിട്ട് കേരള നിയമസഭ ഒരു പ്രമേയം തന്നെ പാസാക്കുകയുണ്ടായി. ജനങ്ങളുടെ എതിർപ്പ് വകവെച്ചുകൊണ്ട് തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭ ഐക്യകണ്ഠ്യേന ഒരു പ്രമേയം തന്നെ ആസിയാൻ കരാറിനെതിരെ പാസാക്കുകയുണ്ടായി. ഒന്നെങ്കിൽ കരാറിൽ നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ കരാർ മാറ്റി എഴുതുക എന്നൊക്കെയായിരുന്നു കേരള നിയമസഭ അന്ന് ഐക്യകണ്ഠ്യേനയുള്ള പ്രമേയത്തിൽ പറഞ്ഞത്. ആസിയാൻ രാജ്യങ്ങളായ ബ്രൂണ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, കംബോഡിയ, ലാവോസ്, മലേഷ്യ, മ്യാൻമാർ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, വിയറ്റ്നാം, ഇന്ത്യ, ചൈന, ഇതൊക്കെയാണ് ആസിയാൻ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ആഗോള കരാറാണ് ആസിയാൻ കരാർ. ആസിയാൻ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് അപ്പ എന്നാണ് അതിനെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യ പിൻവാങ്ങിയേക്കുമെന്ന അഭ്യൂഹം അതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. പുറത്തു വന്നില്ലെങ്കിലും രാജ്യ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിൽ കരാർ മാറ്റിയെഴുതിക്കാനുള്ള ശ്രമമുണ്ടാവും എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആസിയാൻ. അത് നേരത്തെ സൂചിപ്പിച്ചല്ലോ. 2009 അന്നത്തെ UPA സർക്കാർ ഒപ്പുവെച്ച കരാർ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ തോതിലുള്ള കാർഷിക പ്രതിസന്ധികൾക്ക് വഴിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ സമരമുറകളൊക്കെ അരങ്ങേറിയത്. ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് യഥാഷ്ടം ഇറക്കുമതി ചെയ്ത വില കുറഞ്ഞ കാർഷികോൽപ്പന്നങ്ങൾ കേരളത്തിൽ കർഷകരെ ദുഃഖത്തിലായിത്തീരുന്നു. അപ്പ കരാറിന്റെ ലക്ഷ്യം പ്രാദേശിക വ്യാപാരവും സഹകരണവും ശക്തിപ്പെടുത്തുകയായിരുന്നുവെങ്കിലും ഫലത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്കുള്ള പിൻവാതിൽ വിപണി തുറക്കുകയായിരുന്നു അത് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചൈനീസ് മാർക്കറ്റ് വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയതും വിപണി ബിസിനസ് സാധ്യമായത്. എല്ലാ സാധനങ്ങളും മുന്നേ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിരുന്ന സാധനങ്ങൾ, അതേ സാധനം വില കുറവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളായി നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ വിൽക്കപ്പെടുന്ന ഒരു അവസ്ഥ ആസിയാൻ കരാറിന് ശേഷമാണ് ഉണ്ടായത്. ആസിയാൻ കരാറാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യങ്ങളിലേക്ക് എത്തിയത്. ഇതിൽ ഈ 10 രാജ്യങ്ങൾ അപ്പയിൽ ഉണ്ടെങ്കിലും ഏറ്റവും ഇതുകൊണ്ട് ഗുണം ചെയ്തത് ചൈന എന്ന രാജ്യത്തിന് മാത്രമായിരുന്നു. വ്യാപാരവും സഹകരണവും ശക്തിപ്പെടുത്തുകയായിരുന്നു ഫലത്തിൽ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്കുള്ള പിൻവാതിൽ വിപണി തുറക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ഘടകം. വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, യന്ത്രങ്ങളും ഒക്കെ ഇന്ത്യൻ വിപണിയിൽ വലിയ തോതിൽ കൊണ്ടുതള്ളുന്നതും ഇന്ത്യൻ ആഭ്യന്തര വ്യവസായങ്ങളെ തകർക്കുകയായിരുന്നു. ഇതാണ് അതിൽ ഏറ്റവും വലിയത്. കാരണം നമ്മൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഒരു ഉദാഹരണത്തിന് ഒരു ടോർച്ച് അല്ലെങ്കിൽ ഒരു എമർജൻസി ലൈറ്റ് വാങ്ങുകയാണെങ്കിൽ അതിനേക്കാൾ വളരെ വില കുറഞ്ഞ് അത് നമുക്ക് ചൈനീസ് ഉൽപ്പന്നം ചൈനീസ് മാർക്കറ്റിൽ നിന്ന്, ചൈനീസ് കടയിൽ നിന്ന് വിൽക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ ലഭിക്കുമായി. ഇതാണ് ഈ വിപണി ഇത്രയും പ്രതിസന്ധിക്ക് ഈ കരാർ വകവെച്ചത്. ഇന്ത്യയുടെ വ്യാപാര മന്ത്രി പീയൂഷ് ഗോയൽ ആസിയാൻ രാഷ്ട്രങ്ങളുമായി വ്യാപാര കരാറുകൾ ഒപ്പുവെച്ചത് മണ്ടത്തരമായി പോയി എന്ന് പറയാറുണ്ട്. തങ്ങളുമായി മത്സരിക്കുന്നവർക്ക് വിപണി തുറന്നു കൊടുക്കുന്നതായിരുന്നു രാജ്യം. ഈയിടെ ലണ്ടനിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ ദീർഘകാല പ്രത്യാഘാതങ്ങൾ പഠിക്കാതെയാണ് മുൻ സർക്കാർ കരാറിൽ ഒപ്പുവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ആസിയാനിലെ പല രാജ്യങ്ങളും ചൈനയുടെ ബി ടീമായി മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതൊക്കെ ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ സ്വാഭാവിക റബ്ബർ ഉൽപ്പന്നത്തിന്റെ 70% നടക്കുന്നത് കേരളത്തിലാണ്. 2010 കരാർ നടപ്പിലായതോടെ മലേഷ്യയും ഇന്തോനേഷ്യയും പോലെയുള്ള ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന്
വില കുറഞ്ഞ റബ്ബർ വൻതോതിൽ ഇറക്കുമതി ചെയ്യപ്പെട്ടതോടെ നാട്ടിലെ റബ്ബർ കർഷകരുടെ ജീവിതം തളം തെറ്റി. റബ്ബർ മരങ്ങൾ നമുക്കറിയാമല്ലോ, റബ്ബറൊക്കെ ആൾക്കാർ വെട്ടിമാറ്റി അവിടെ മറ്റു കൃഷികളിൽ ഏർപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് വരെ ഈ കരാർ എത്തിപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. 2011 2015 ഇടയിൽ റബ്ബറിന്റെ വില കിലോക്ക് 230 നിന്ന് 120 കൂപ്പുകുത്തിയത് നമുക്ക് അറിയാമല്ലോ. റബ്ബർ വില കുത്തനെ എറിഞ്ഞതോടെ നിരവധി ചെറുകിട കർഷകർ കടത്തിലേക്ക് വീണു. ഇതൊക്കെ ഈ ആസിയാൻ കരാറിന്റെ ഒരു ഭാഗമായി സംഭവിച്ചതാണ്. കിട്ടിയവർക്ക് അത് വിറ്റുവീഴ്ച്ചു. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ വില കുറഞ്ഞ വരവും റബ്ബറിനെ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തളർത്തി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും മാന്ദ്യം ബാധിച്ചു. അത് ഈ ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കോട്ടമാണ്. കോട്ടയത്തും സമീപ ജില്ലകളിലും വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. കുരുമുളക്, ഏലം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമ്പു തുടങ്ങിയ വിലകൾ കൃഷി ചെയ്യുന്നവർക്ക് അതിജീവനത്തിന് ആസിയാൻ ഇറക്കുമതിയുടെ കടുത്ത മത്സരം വേണ്ടി വന്നു. കാരണം നമ്മൾ വിൽക്കുന്നതിനേക്കാൾ വില കുറഞ്ഞ് മാർക്കറ്റിൽ സാധനം ലഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിന് വിലയില്ലാത്ത അവസ്ഥ വരികയാണ്. ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി 2010 20 ഇടയ്ക്ക് 60% വർദ്ധിപ്പിച്ചത്. നമ്മുടെ കുരുമുളകിന്റെ വില കിലോക്ക് 500 രൂപയിൽ നിന്ന് ചില വർഷങ്ങളിൽ 300 വരെ താഴ്ന്നു. ഗുണനിലവാര നിയന്ത്രണങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടും ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് തിരുവക്കും പുറമെയുള്ള തടസ്സങ്ങൾ ഇല്ലാതിരുന്നു. കാരണം കൊണ്ട് ഈ കരാറിന്റെ നൂലാമാലകൾ അതിന്റെ ലോ പോയിന്റുകൾ വെച്ച് അതിന് ഗുണനിലവാര പരിശോധനയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വലിയ ഗുണം ഇറക്കുമതിക്കാർക്ക് നേട്ടമായി. അതൊക്കെയാണ് അത് കേരളത്തിലെ ചെറുകിട നാമമാത്ര കർഷകരെ വെള്ളത്തിലാക്കി. സംസ്ഥാനത്ത് തേങ്ങ, അടക്ക കർഷകർക്കും കരാർ ദോഷം ചെയ്തു. നാം നേരത്തെ സൂചിപ്പിച്ചല്ലോ, എല്ലാ മേഖലയിലും വെളിച്ചെണ്ണ ഇറക്കുമതി സുലഭമായതോടെ തെങ്ങ് കർഷകർക്കും ആദായം കുത്തനെ ഇടിഞ്ഞു. ഇതൊക്കെയാണ് ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടത് കൊണ്ട് തന്നെ അത്രയധികം സമരങ്ങളും ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. കരാറിന് സംസ്ഥാനം ഒട്ടുക്കും പ്രതിഷേധ സമരങ്ങൾ നടന്നു. 2013 കരാറിൽ നിന്ന് പിന്മാറുകയോ ചർച്ച നടത്തി കരാർ മാറ്റിയെഴുതുകയോ വേണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐക്യകണ്ഠേനയായി പാസാക്കി. ഇതൊക്കെയാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. കരാറിൽ നിന്ന് ഇന്ത്യ പുറത്തു വന്നാൽ അത് റബ്ബറും സുഗന്ധവ്യഞ്ജനങ്ങളും അടക്കമുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചേക്കാമെങ്കിലും മാറിയ ആഗോള ആഭ്യന്തര സാഹചര്യങ്ങളിൽ ഈ പിന്മാറ്റം കർഷകർക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടമുണ്ടാകുമോ എന്ന് കണ്ടറിയണം. കാരണം ഇതൊരു സീറ്റിംഗ് ആയി കഴിയും. ഇനി പെട്ടെന്നൊരു പിന്മാറ്റം കൊണ്ട് അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാകുമോ എന്ന് അതിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രവചനം നടത്തുക സാധ്യമല്ല. ആസിയാനിലെ അംഗരാജ്യങ്ങൾ വഴി വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നത് അവരുടെ ഒരു നേട്ടമാണ്. ഇന്ത്യക്കും സ്വതന്ത്ര വ്യാപാര കരാർ ചൈന മുതലാക്കുകയായിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമാന്തരങ്ങളിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ വരെ തുറക്കപ്പെട്ടു. ഇന്ത്യയിലെ ആവശ്യപ്രകാരം 2023 മുതൽ 9 വട്ടം കരാർ പുനഃപരിശോധന സംബന്ധിച്ച ചർച്ചകൾ ആസിയാൻ ഇന്ത്യൻ ട്രേഡ് ഗുഡ്സ് എന്നിവ നടന്നിരുന്നു. തീർച്ചയായും കനത്ത നാശനഷ്ടം ഉണ്ടാക്കുകയാണ് ഇത് വ്യവസായം എന്ന് പറയാം. 100% തിരുവ ഇളവ് പ്രഖ്യാപിച്ചു. പക്ഷെ ഇവിടെ എല്ലാവർക്കും തിരുവ 0-ആണ്. ഇന്ത്യ തിരുവ സൗജന്യം 3% നിന്ന് 74.2% ആസിയാൻ രാജ്യങ്ങൾ ഇത് 76.4% ശരാശരി തിരുവ പ്രഖ്യാപിച്ചു. ഇന്ത്യയെ ചതിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിൽ സിംഗപ്പൂരിൽ 100% തിരുവ ഇളവുമുണ്ട്. വലിയ ഇളവുകൾ പ്രഖ്യാപിച്ച് ചെറിയ സമ്പാദ്യങ്ങളെയാണ് കബേഡിയ 85%, ബ്രൂണ 81%, ലാവോസ് 78%. അതേസമയം വലിയ സമ്പത്ത് വ്യവസ്ഥകളായ ഇന്തോനേഷ്യയും വിയറ്റ്നാമും നൽകിയ തിരുവ ഇളവ് യഥാക്രമം 50.1%-ഉം 69.7%-ഉമായിരുന്നു അവർ ചൂണ്ടിക്കാട്ടുന്നു. സ്വതന്ത്ര വ്യാപാര കരാറിന് ശേഷം ആസിയാൻ രാജ്യങ്ങളുമായി ഇന്ത്യക്കുള്ള വ്യാപാര കമ്മി ഭീമമായി വർദ്ധിച്ചു. 2010-ലും 2011 വർഷത്തിൽ $4.8 മില്യൺ ആയിരുന്നു വ്യാപാര കമ്മി ഉയർന്നത്. ഇലക്ട്രോണിക്സ്, സ്റ്റീൽ, രാസവസ്തുക്കൾ തുടങ്ങിയ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിറഞ്ഞിരിക്കുന്നു. ഇന്ത്യക്ക് ചൈനയുമായുള്ള വ്യാപാര കമ്മി $100 ബില്യൺ ആണ്. അതിന് പുറമെയാണ് പരോക്ഷമായ ഈ കമ്മി. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ പകുതി പേരും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ്
ഉപജീവനം നടത്തുന്നത് നമുക്കറിയാമല്ലോ. ഈ മേഖലയിൽ നിന്ന് GDP-ക്കുള്ള സംഭാവന 16%. മാത്രമാണെങ്കിലും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ അമേരിക്കയുമായി നടക്കുന്ന വ്യാപാര ചർച്ചകളിൽ ഇന്ത്യ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉറച്ച നിലപാടെടുക്കുന്നുണ്ട്. ഇതുവരെ ഇന്ത്യക്കെതിരായ തിരിവ ട്രംപ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആഗസ്റ്റ് 1-നകം അമേരിക്കയുമായി വ്യാപാര കരാർ നേരിടേണ്ടി വരും. അത് ഇന്ത്യക്ക് $53 ബില്യൺ വ്യാപാരത്തെയും ബാധിച്ചേക്കാം. അമേരിക്കയുടെ തിരിവ ഭീഷണിയും ആസിയാൻ കരാറിൽ നിന്ന് പിൻവാങ്ങാനോ കരാർ പരിഷ്കരിക്കാനോ ഉള്ള ഇന്ത്യൻ നീക്കത്തെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയാൽ ആസിയാൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് $125 ബില്യൺ വ്യാപാരത്തെ ബാധിച്ചേക്കാം. വേറെയുമുണ്ട് നഷ്ടങ്ങൾ. ഇന്ത്യ പിന്തുടരുന്ന കിഴക്കോട്ട് നോക്കൂ, കിഴക്ക് പ്രവർത്തിക്കൂ ലൂക്കിസ്റ്റ് ആക്ടിവിസ്റ്റ് നയത്തിന് വിരുദ്ധമായത് തെക്കൻ ചൈന സമുദ്രത്തിൽ ചൈനീസ് സ്വാധീനത്തിൽ ചേർക്കുന്ന രാജ്യങ്ങൾ മലേഷ്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ ബന്ധത്തെയും അത് ബാധിച്ചേക്കാം. ഇങ്ങനെയൊക്കെയാണ് ഈ ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ 4ാമത്തെ വ്യാപാര പങ്കാളിയാണ് ആസിയാൻ. അതിൽ 10 രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ആഗോള വ്യാപാരത്തിന്റെ 11% അവരുമായി 2022-23 ഏതാണ്ട് $125 ബില്യൺ. ഇതിൽ ഇന്ത്യയുടെ കയറ്റുമതി 43.51% ആണ്, ബില്യൺ ആയിരുന്നു. മറ്റൊന്ന് വിദേശ നിക്ഷേപമാണ്. 2000 ആണ്ടിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന വിദേശ നിക്ഷേപത്തിന്റെ 15% സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ ആസിയാൻ രാജ്യങ്ങളിൽ നിന്നാണ്. അതായത് നമ്മുടെ വിദേശ നിക്ഷേപത്തെയും പിന്മാറ്റം ബാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഒരു പിന്മാറ്റം ഉണ്ടാകുമോ എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. എങ്കിലും ആസിയാൻ കരാറിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക്, നമ്മുടെ കർഷകർക്ക് കൂടുതൽ ഗുണം വരും എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആസിയാൻ കരാർ ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചത്. ആസിയാൻ കരാറിൽ നിന്ന് പിന്മാറുക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അതുകൊണ്ട് ഒരുപാട് നൂലാമാലകളുണ്ട്. എങ്കിലും അതിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിനും കർഷകർക്കും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ട വാർത്തകൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്കൾ ഈ ചാനൽ മുഴുവനായും വീക്ഷിച്ചതിന് നന്ദി. ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടമായാൽ താങ്കളുടെ സുഹൃത്തുക്കളിലേക്കും ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടും വരെ വണക്കം, നന്ദി, നമസ്കാരം.